72 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിലാണ് പരിശോധന. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാനെത്തിയ 13 ഏജന്റുമാർ പിടിയിലായി. പണവും പിടിച്ചെടുത്തു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഏത് തരത്തിലുള്ള പരിശോധനയായിരുന്നു? വലിയ രീതിയിലുള്ള അറസ്റ്റിലേക്കൊക്കെ നയിച്ച തരത്തിൽ അത് എങ്ങനെയാണ് പരിശോധന നടന്നത്? മോട്ടോർ വാഹന വകുപ്പിൽ സമാനമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സെക്യൂർ. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുന്നു. സംസ്ഥാനത്ത് 72 സബ് രജിസ്ട്രാർ ഓഫീസുകൾ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ വിവരങ്ങളാണ് വരുന്നത്. അഴിമതികൾ നടക്കുന്നു, കൈക്കൂലി നിർബാധം കൊടുക്കുന്നു എന്നുള്ള പരാതികളെ തുടർന്ന് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിൽ നടത്തിയ പരിശോധന. ഡാൻ കുര്യൻ ചേർന്നു വീണ്ടും. ഡാന്, 13ഓളം ഏജന്റുമാർ പിടിയിലാകുക എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള പണവും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കണമല്ലോ. ഇത് ഏത് രീതിയിലായിരുന്നു പരിശോധന? അതൊക്കെ സംസ്ഥാനത്തെ 72 സബ് രജിസ്ട്രാർ ഓഫീസുകളായിരുന്നു വിജിലൻസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം മിന്നൽ പരിശോധന നടന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിലായിരുന്നു ഈ പരിശോധന. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാനെത്തിയ 13 ഏജന്റുമാരെയാണ് വിജിലൻസ് പിടികൂടിയത്. അതിൽ ഏതാണ്ട് 1,46,000-ലധികം രൂപ ഈ 13 ഏജന്റുമാരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഓഫീസുകളിൽ കൈക്കൂലി നൽകാൻ എത്തിയവരാണ് ഈ ഏജന്റുമാരെന്നാണ് വിജിലൻസ് നൽകുന്ന സൂചന. അതോടൊപ്പം വിവിധ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ 19 ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി 9,67,000 രൂപ കൈപ്പറ്റിയതിന്റെ തെളിവുകളും വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ചില സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ക്രമക്കേടിലൂടെ കൈപ്പറ്റിയ പണം അതും കൃത്യമായി തന്നെ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കൂട്ടുനിന്ന മറ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ഏജന്റുമാരെ സംബന്ധിച്ചും അവരിലേക്ക് അന്വേഷണം എത്തിക്കുന്നതിന് വേണ്ടി വ്യാപകമായ പരിശോധന തുടരുകയാണ് എന്നാണ് വിജിലൻസ് അറിയിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുളത്തുപുഴ ഓന്തുപച്ചയിൽ നിയന്ത്രണം വിട്ടു